എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കോവിഡ്-19 പകർച്ചവ്യാധി പശ്ചാത്തലത്തിൽ ടെലിമെഡിസിൻ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് SUT പട്ടം ഹോസ്പിറ്റൽ CEO കേണൽ രാജീവ് മണാലിയും അതോടൊപ്പം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് പ്രൊഫസറായ ഡോക്ടർ ബെന്നി PVയുമാണ്. അദ്ദേഹം IMA സ്റ്റേറ്റ് ലീഡർ കൂടിയാണ്. ഇരുവരെയും നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ കോവിഡ്-19 സിറ്റുവേഷനിൽ തന്നെ ഇപ്പം നമുക്ക് സാധാരണ ഒരു ആൾക്കാർക്കൊക്കെ ഒരു പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞും അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചു ചോദിക്കുക എന്നതിലുപരി നേരിട്ട് പോയി കാണുക എന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ടെലിമെഡിസിൻ എന്ന് പറയുന്നത് ഈ ഒരു കോവിഡ്-19 ഈ ഒരു സിറ്റുവേഷനിൽ, ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കൂടുതൽ ജനങ്ങളും എന്തെങ്കിലും ഡോക്ടറിനെ കാണാൻ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഒരു ആശങ്കയിലിരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ടെലിമെഡിസിനെ കുറിച്ച് കൂടുതലൊരു അവയർനെസ് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പം ഒരു സിമ്പിളായിട്ട് ഈ ടെലിമെഡിസിനെ കുറിച്ച്, ഈ ടെലിഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ. ടെലിമെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫസ്റ്റ് ലൈൻ കൺസൾട്ടേഷനാണ്. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായ പരിശോധനയ്ക്കൊന്നും ഇത് ടെലിമെഡിസിൻ കൊണ്ട് പൂർണ്ണമായിട്ടും സാധ്യമല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും ഈ ടെലിമെഡിസിൻ ഫലവത്താകണമെങ്കിൽ ഹോസ്പിറ്റലുകളായാലും വേറെ ഏത് സെറ്റപ്പായാലും ഒരു ഫസ്റ്റ് ലൈൻ, അതായത് ഒരു ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഉള്ള സ്ഥലത്ത് ആ ഫാമിലി മെഡിസിൻ കൺസൾട്ടൻറ്റിനെയാണ് സമീപിക്കേണ്ടത് ഈ ടെലിമെഡിസിനിലൂടെ. അദ്ദേഹം അത് രോഗിയുടെ രോഗവിവരം മനസ്സിലാക്കി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയായിരിക്കും ഏറ്റവും അഭികാമ്യം. ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് കരുതുക. എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ ടെലിമെഡിസിനിലൂടെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ സിറ്റുവേഷനും എമർജൻസി സിറ്റുവേഷനും രണ്ടും ഒരു ഫസ്റ്റ് ലൈൻ കൺസൾട്ടേഷനിലൂടെ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി രോഗിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ടെലിമെഡിസിൻ കൊണ്ടുള്ള ഗുണം. ഇത് രണ്ടും, എമർജൻസി ആയാലും നോർമൽ കണ്ടീഷൻ ആയാലും, ഒരു ഫസ്റ്റ് ലൈൻ കൺസൾട്ടേഷനായിട്ട് മാത്രമേ നമുക്ക് ടെലിമെഡിസിനെ കാണാൻ സാധിക്കൂ. പക്ഷേ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ടെലിമെഡിസിൻ കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇതിൽ 3 സാധ്യതകളുണ്ട്. ഈ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്. ടെലിമെഡിസിൻ എന്ന് പറയുമ്പോൾ വീഡിയോയിൽ കൂടെ ആകാം, ഓഡിയോയിൽ കൂടെ ആകാം, ചാറ്റിൽ കൂടെ ആകാം. ഈവൻ ഇപ്പോൾ ഫസ്റ്റ് വിസിറ്റിലാണ് മിക്കവാറും കുറച്ച് സങ്കീർണതകളുള്ളത്. സെക്കൻഡ്, തേർഡ് വിസിറ്റിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ടെലിമെഡിസിൻ വളരെ ഫലവത്തായിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് മെഡിസിനിലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റും ഒരു എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റും ആ രോഗിയെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫലവത്തായ രീതിയിൽ, ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആ രോഗിയുടെ എന്താണോ പ്രശ്നമുള്ളത് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് പൊതുജനം അറിയേണ്ട കാര്യം. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം തുടർ ചികിത്സ ടെലിമെഡിസിൻ വഴി വളരെ ഇഫക്റ്റീവായിട്ട് സാധിക്കും. കാരണം ടെസ്റ്റ് റിപ്പോർട്ട്സ് ഓൾറെഡി ഉണ്ട്. എന്തൊക്കെയാണോ CTO, MRI എന്ത് വേണമെങ്കിലും അതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ. ആ അപ്ഡേഷൻ ടെലിമെഡിസിൻ വളരെ എഫക്റ്റീവാണ്. ഫസ്റ്റ് വിസിറ്റിനേക്കാളും കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് സബ്സിക്വൻറ്റ് വിസിറ്റ്സിലാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത ഘട്ടങ്ങളിലൊന്നും തന്നെ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിരുന്ന് ഡോക്ടറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്, ഇപ്പം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേനും എത്രമാത്രം നമുക്കൊരു ഡയഗ്നോസ് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം നേരിട്ട് കണ്ട് നമ്മളൊരു രോഗിയെ ചികിത്സിക്കുന്നതും അല്ലാതെയുള്ളതും തമ്മിൽ ഒരുപാട് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അത് എത്രമാത്രം നമുക്ക് അത് യൂസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും? തീർച്ചയായും നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും ഒരു പേഷ്യൻ്റ് നേരിട്ട് വന്ന് ഡോക്ടറിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടറിനെ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ്
ഉള്ള ഒരു ഡയഗ്നോസിൽ എത്തുന്നത് തന്നെയാണ് എപ്പോഴും ഫലവത്തായിട്ടുള്ള ഒരു പരിശോധനാ രീതി. അതെ. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ ഒരു ഹോസ്പിറ്റലിൽ വരാൻ പോസിബിലിറ്റി ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ടെലിമെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറുമായിട്ടൊരു പേഷ്യൻറ്റിനെ സംസാരിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഡോക്ടറിനെ നേരിട്ട് കാണാൻ മറ്റ് മാർഗങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കറിയാം, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ചാറ്റ് ആയാലും അങ്ങനെയുള്ള പല മെത്തേഡിലൂടെയും ഒന്ന് നേരിട്ട് കാണുകയും ഒന്ന് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്നത് പല പേഷ്യൻസിനും വളരെ ആശ്വാസകരമായിരിക്കും. പ്രത്യേകിച്ചും വയസ്സായിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടറിൻ്റെ ഒന്ന് സൗണ്ട് കേൾക്കുന്നത് തന്നെ അവർക്ക് ആശ്വാസകരമായിരിക്കും. അതെ. അതിനോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം അസുഖങ്ങളും സർജറി വേണമെന്നതോ അങ്ങനെ ഉള്ള കാര്യങ്ങളല്ലാതെ നല്ലൊരു ശതമാനം അസുഖങ്ങളും അതിൻ്റെ ഡയഗ്നോസിസ് തന്നെ 80% പേഷ്യൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളാണ്. ഏകദേശം അതിനെ നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയും. 80% അങ്ങനെയാണ് ഒരു ഡയഗ്നോസിൽ എത്തുന്നത്. പ്രത്യേകിച്ചും ചില ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങൾ, ലൈക്ക് ഇപ്പോൾ ഒരു നല്ലൊരു വയറുവേദന വന്നിട്ട് അതിനെ നമ്മൾ ചിലപ്പോൾ ക്ലിനിക്കലി പരിശോധിക്കാതെ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഛർദിലും വയറിളക്കമാണ് വന്നത്, പക്ഷേ അതിന് നമുക്കൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് വേണമെന്നത് അവരുടെ ഹിസ്റ്ററി എടുക്കുക, അവർക്ക് ദാഹമുണ്ടോ മറ്റ് അങ്ങനെയുള്ള ഹിസ്റ്ററിയാണ് പരിശോധിക്കേണ്ടത്. അതേ കണക്ക് തന്നെ ജലദോഷവും തൊണ്ടവേദനയും മൂക്കൊലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് ക്ലിനിക്കൽ എക്സാമിനേഷന് വലിയ റോളില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഒട്ടനവധി അസുഖങ്ങൾ അങ്ങനെ നമുക്ക് ഹിസ്റ്ററി എടുത്ത് മനസ്സിലാക്കി ഒരു പേഷ്യൻറ്റിന് കൃത്യമായിട്ടുള്ളൊരു ഡയഗ്നോസിൽ എത്താൻ പറ്റും, ഒരു നല്ലൊരു ശതമാനം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറിനെ കാണാൻ വരുന്ന ചിലവ് വളരെ കൂടുതലാണ്. ഇപ്പം ഒരു 10-30 അല്ലെങ്കിൽ 25 കിലോമീറ്ററിനകത്തുള്ള ഒരു പേഷ്യൻറ്റിന് ഡോക്ടറിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി മിനിമം ഒരു വണ്ടിക്കൂലി തന്നെ ഏകദേശം 1000 രൂപയാവും. അതുമല്ല, ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ഒരു ഏത് വണ്ടി വിളിച്ചാലും ഈ പണ്ടത്തെ നേരെ ഇരട്ടി കാശാണ് ഇപ്പോഴാവുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു ഡോക്ടറിനെ കൃത്യമായിട്ട് കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം. അതേ സമയത്ത് തന്നെ ഈ ഹിസ്റ്ററിയിലൂടെ ഏകദേശം ഒരു 80% ഡയഗ്നോസിലെത്താനും അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ അവരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി അവർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഈ മരുന്ന് വീട്ടിൽ എത്തിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് ആ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊണ്ടു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ടെലിമെഡിസിനുണ്ട്. അതുപോലെ തന്നെ ന്യൂനതകളുമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്കാൻ ചെയ്ത് നോക്കേണ്ട സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ECG എടുത്ത് നോക്കേണ്ട സാഹചര്യമായിരിക്കാം. ഇതിനെല്ലാം ഈ ടെലിമെഡിസിൻ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു നല്ലൊരു നെഞ്ചുവേദന വന്നു, അത് ടെലിമെഡിസിനുമായിട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തമായ ഇപ്പം ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത് വന്ന് നേരിട്ട് കണ്ട് ചികിത്സിക്കേണ്ട ആണെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. ഗവൺമെൻറ് തന്നെ ഒരു ടെലിമെഡിസിൻ ഒരു പ്ലാറ്റ്ഫോം ആൾറെഡി കൊണ്ടുവന്നു കഴിഞ്ഞു. citizencentre.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കോവിഡ് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും തോന്നുന്നു, 60 വയസ്സിന് മുകളിലാണ് എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. അതേ കണക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഏകദേശം റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 100ഓളം ഡോക്ടേഴ്സ് ഈ ടെലിമെഡിസിൻ കോളുകൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എത്തിക്കത്തക്ക രീതിയിലുള്ള
ഒരു സംവിധാനമാണ് ഗവൺമെൻറ് തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ IMA ഡോക്ടർ ആൻഡ് IMA പേഷ്യൻ്റ് എന്ന ഒരു സോഫ്റ്റ്വെയർ, അതിൻ്റെ ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജസ് ആണ്. ഇതിലെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം അതിൽ സേവ്ഡ് ആയിരിക്കും. കാര്യം നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് അതിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്നതും പേഷ്യൻ്റ് അയച്ചേക്കുന്നതുമായിട്ടുള്ള ഡേറ്റ നമ്മളിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ്. ഈ ടെലിമെഡിസിൻ സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, ആൾറെഡി തന്നെ പല കൺട്രീസിലും എക്സിസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ് സേവ്ഡ് ആയിരിക്കും. അപ്പം ഓരോ മരുന്നിനും ഇരുന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുന്നൊരവസ്ഥയില്ല. സ്ഥിരമായിട്ട് ചില അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളെല്ലാം നമുക്കൊരു സേവ്ഡ് ലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ, ഒരു നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോയി മേടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതേ കണക്ക് തന്നെ നമുക്ക് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പല ചാറ്റ് മെത്തേഡുകളിലൂടെയും നമുക്ക് ഈ മരുന്നുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ കൊടുക്കാം. എന്നിരുന്നാൽ തന്നെയും അതിനൊരു പാറ്റേൺ കൃത്യമായിട്ട് നമുക്ക് ചിലപ്പം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സപ്പോസ് ഒരു ഡെർമറ്റോളജി, ഒരു സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം വന്നു, അവർ ഒരു സ്കിന്നിൻ്റെ പടം എടുത്ത് അയക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നു. ഈ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പടം അയച്ചു കഴിഞ്ഞാൽ ഒരു മരുന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി അയച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കണം. അപ്പോൾ ഈ അഡ്വൈസ് ഇപ്പോൾ ഒരു സ്കിൻ ഡെർമറ്റോളജിക്കൽ ഇഷ്യൂസിന് നേരെ പേഷ്യൻ്റ് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നിന്ന് അവരെ വീട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ല. കോമൺ ആയിട്ട് കണ്ടാൽ അറിയാവുന്ന ഡെർമറ്റോളജിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമുക്കറിയാം ഈ പല ന്യൂനതകൾ. ഇപ്പം നമുക്ക് ഈ ടെലിമെഡിസിൻ കോൺസെപ്റ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അടുത്ത ഘട്ടത്തിലോട്ട് കടന്നു പോകുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ടെലിമെഡിസിൻ ഒന്നും ഇല്ലാതെ പോകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പോ 20 വർഷങ്ങൾക്ക് മുമ്പോ ഇന്നത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. ഇന്നിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വീട്ടമ്മ പോലും ഇല്ല. ഒരു 10 വർഷം മുമ്പ് നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു ടെലിമെഡിസിൻ കോൺസെപ്റ്റ് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെ ചെയ്യുമെന്നുള്ള, ഏതിലൂടെ ചെയ്യുമെന്നുള്ള ഇഷ്യൂ ഉള്ളൂ. വാട്സാപ്പിലൂടെ വേണോ, ഫേസ്ബുക്കിലൂടെ വേണോ, അതോ സോഫ്റ്റ്വെയർ വേണോ, ഇത്രയേ ഉള്ളൂ ഇഷ്യൂ. പണ്ട് 10 വർഷം മുമ്പെന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റിലും ചെയ്യാനുള്ള മാർഗങ്ങളില്ല. അതുമല്ല, ഉണ്ടെങ്കിൽ പോലും ലഭ്യത കുറവായിരുന്നു. ഇന്നിപ്പം സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതവൻ യൂസ് ചെയ്ത് അതിൻ്റെ എല്ലാ മെത്തേഡുകളും അവനറിയാം. ഇപ്പോൾ ഒരു വാട്സാപ്പിൽ ഫോട്ടോ അയക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളില്ല. ഇപ്പം ഒരു വീട്ടിൽ ഒരാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അറിയായിരിക്കും. അതേ കണക്ക് തന്നെ വാട്സാപ്പിലൂടെ ഒന്ന് വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അറിയാത്ത ആളില്ല. പണ്ടൊരു 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റില്ല ഏതിലൂടെ വീഡിയോ അയക്കുമെന്ന് പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിലെ സാധ്യതകൾ, ഇപ്പം മെഡിക്കൽ കൗൺസിലൊക്കെ ടെലിമെഡിസിൻ കോൺസെപ്റ്റ് അത് വ്യാപകമാക്കാത്തതിൻ്റെ റീസൺ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഇല്ലാത്തതുകൊണ്ടാണ്. അതൊരു ന്യൂനതയായിരുന്നു. ഇന്നത്തെ ഫെസിലിറ്റി ഇപ്പോൾ നമ്മൾ ചിലപ്പം ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചിട്ട് വെറുതെ അങ്ങ് പറയുന്നൊരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ലൈവായിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ജനങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ നേരിട്ട് കാണുന്ന കണക്കാണ് എല്ലാ ഒരു പേഷ്യൻറ്റിനെ പോലും കാണുന്നത്. ആ ഒരു അവസ്ഥയിലോട്ട് ഇനിയിപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മളൊരു 3D വ്യൂവിലായിരിക്കും നമ്മൾ ഒരാളിനെ കാണുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മാറും. അപ്പോൾ ആ മാറുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു എല്ലാ തിയറിയിലും ഒരു അക്സെപ്റ്റൻസ് വേണം. അതിലൊന്നാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് ഇനി വരും കാലഘട്ടത്തിൽ ഡെഫിനറ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
വൺസ് അവർ അതിൽ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ പെട്ടെന്ന് കയറി അങ്ങ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയത്തില്ല. പക്ഷെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഉള്ളത് ഒരു പല പേഷ്യൻസും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിനുള്ളതാണ് ഏറ്റവും കൂടുതൽ ചിലവ്. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഫീ ചിലപ്പോൾ 250 രൂപ 400 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ആ ലെവലിലായിരിക്കാം. സാധാരണഗതി 150-200 രൂപയാണ് കൺസൾട്ടേഷൻ ഫീ. അതിൽ നിന്ന് മാറി അവർ 200 രൂപയ്ക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ചിലവാക്കുന്ന കാശെന്ന് പറയുന്നത് കാറ് വിളിച്ച് വരുന്നതിനുള്ള 1000 രൂപ, കൂടെ വരുന്ന 2 പേർക്ക് അന്നത്തെ ജോലി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല, അവരുടെ അങ്ങനെ 2000 രൂപ, ഏകദേശം ഒരു 10,000-3000 രൂപ ഈ അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. ഈ കോസ്റ്റാണ് അവർക്ക് ഈ ടെലിമെഡിസിനിലൂടെ മാറ്റിവെക്കാൻ പറ്റുന്നത്. അതെല്ലാം ഒരു സേവിങ്സ് ആയിട്ട് അവർക്ക് മാറ്റാൻ പറ്റുന്നത്. അത് അവർക്ക് മരുന്ന് മേടിക്കുന്നതിലോ മറ്റുമെല്ലാം അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും കൂടി. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എത്രമാത്രം ഈ ഒരു സമയത്ത് ഹെൽപ്ഫുള്ളായിട്ട് ഈ ഒരു ഫോളോ ചെയ്യുന്നുണ്ട് ഈ ടെലിമെഡിസിൻ്റെ? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്രീനിങ് സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഓപ്പൺ ട്രയാജിങ്. ആ ട്രയാജ് ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന് പുറത്ത് വെച്ച് വേണ്ട സുരക്ഷ കൊടുത്തിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് അവരെ സ്ക്രീൻ ചെയ്യുകയും അവരുടെ ഹിസ്റ്ററി എടുക്കുകയും പിന്നെ അവരുടെ സെൽഫ് ഡിക്ലറേഷൻ, എനിക്ക് കോൺടാക്റ്റ് ഹിസ്റ്ററി ഇല്ല, അല്ലെങ്കിൽ ട്രാവൽ ഹിസ്റ്ററി ഉള്ളവരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, എനിക്ക് രോഗലക്ഷണങ്ങളില്ല എന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇതനുസരിച്ച് ആ സെൽഫ് ഡിക്ലറേഷൻ എടുത്തതിന് ശേഷമാണ് പിന്നെ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റ് ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ വന്ന് ഇവരെ കാണുന്ന ഒരു സമ്പ്രദായമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 ഫലങ്ങളാണുള്ളത്. ഒന്ന്, രോഗിയുടെ സുരക്ഷ പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുന്നു. അതേപോലെ തന്നെ ഹെൽത്ത് വർക്കറിൻ്റെ സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ്. ഒരു രോഗലക്ഷണമുള്ള രോഗി ബിൽഡിങ്ങിനകത്ത് പോലും വരുന്നില്ല. ഓപ്പൺ ട്രയാജിങ്ങിൽ അവർ പുറത്ത് വെച്ച് സ്ക്രീൻ ചെയ്ത് അവർക്ക് രോഗലക്ഷണങ്ങളുണ്ട്, അത് കോവിഡ് ആണെന്ന് സംശയമുണ്ടെങ്കിൽ നേരെ ദിശയിൽ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് അപ്പുറം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷിക്കുകയേ വേണ്ട. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ ലക്ഷണങ്ങളില്ലാത്തവർ വന്നു എന്ന് കരുതിക്കോട്ടെ. ഇപ്പോൾ പോത്തങ്കോട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പോത്തങ്കോട് പ്രത്യേക തരത്തിലുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 4 പേഷ്യൻസ് ഉണ്ട് ഡയാലിസിസ് ചെയ്യുന്നവർ പോത്തങ്കോട് നിന്ന്. അപ്പോൾ അവർക്ക് ആശങ്കയായി ഇനി ഞങ്ങളുടെ ഡയാലിസിസ് എങ്ങനെ ചെയ്യും. ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവരെ ഫോണിൽ കൂടെ അവർക്ക് രോഗലക്ഷണങ്ങളുണ്ടോ, കോൺടാക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ, ആ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എടുത്തിട്ട് ദിശയുമായിട്ട് ബന്ധപ്പെട്ടു. ദിശയിൽ നിന്ന് നിർദ്ദേശം കിട്ടി അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരു എല്ലാ ആശങ്കകളും ഒഴിവാക്കിക്കൊണ്ട് ഡയാലിസിസ് പഴയതുപോലെ തന്നെ ചെയ്യാൻ സാധിച്ചു. ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സ് കൂടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ടാസ്ക് ഫോഴ്സിൻ്റെ ശ്രദ്ധ കൂടെ ഞാൻ ഈ വേദിയിൽ കൂടെ ക്ഷണിക്കുകയാണ്. ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് ചികിത്സിക്കേണ്ടതിനെക്കുറിച്ച് ഒരു പ്രോട്ടോക്കോൾ വരേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ. കാരണം ഇതുവരെ കണ്ടതിൽ നിന്നും ഒരു മാറിയൊരു സാഹചര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇതിൽ നമ്മൾ എല്ലാ സിറ്റുവേഷനും നമ്മൾ റിയാക്ട് ചെയ്യുകയാണ്. നമുക്ക് അത് മുൻകൂട്ടി കണ്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം അങ്ങനെയാണ് കോവിഡ് പെരുമാറുന്നത്, അല്ലെങ്കിൽ കൊറോണ പെരുമാറുന്നത്. അപ്പോൾ കൊറോണ എങ്ങനെ അതിൻ്റെ തനിനിറം കാണിക്കുമോ അതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രോട്ടോക്കോൾസ് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ഈ ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടുകൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോങ് ഡ്രോൺ ഔട്ട് പ്രോസസ്സാണ്. നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 14-ാം തീയതിയോ തീരാവുന്ന സംഭവമല്ല. നമ്മളെല്ലാവരും ഹെൽത്ത് കെയർ വർക്കേഴ്സും ഗവൺമെൻറ്റും അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇതിൽ വരേണ്ടതുണ്ട്. കാരണം എല്ലാവരും ഒത്തുപിടിച്ചാലേ ഈ ഈ സങ്കീർണമായ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാവും. ആ ഒരു ബോധ്യമാണ് ആദ്യം വരേണ്ടത്.
അത് സർക്കാർ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ സംഗതി. നമ്മൾ ഇപ്പോൾ പറയുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് COVID-19 ഈ പറയുന്ന ലക്ഷണങ്ങൾ എല്ലാം തന്നെ പ്രകടമാവാത്ത രോഗികളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള രോഗികളിൽ ഇപ്പം എങ്ങനെയാണത് സ്ഥിരീകരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ IMAയുടെ ഒരു ലീഡർ എന്ന നിലയിൽ എന്തൊക്കെയാണ് നിങ്ങൾ? തീർച്ചയായും നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു കാര്യം, ലോകത്ത് മൊത്തം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സ്റ്റഡികളിൽ 40% കേസും മൈൽഡായിട്ടുള്ള കേസാണ്. വളരെ രോഗലക്ഷണങ്ങൾ ചെറുതായോ ചിലപ്പോൾ കാണുക പോലുമില്ല. 40% ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അസ്വസ്ഥതകളാണ്. ഒരു 15% സിവിയറും 5% നമ്മൾ വെന്റിലേറ്റർ വേണമെന്ന സിറ്റുവേഷനാണ്. ഈ മൈൽഡായിട്ടുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള. അവർ രോഗലക്ഷണങ്ങൾ കുറവായതുകൊണ്ടും ഏകദേശം ഇല്ലാത്തത് കൊണ്ടും തന്നെ ആരോഗ്യവാനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കീഴിൽ വളരെ ശക്തമായിരുന്നു. കാരണം നമുക്കറിയാം, ലോക്ക്ഡൗൺ കൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് കൊണ്ട് മാത്രമേ ഈ ഒരു കോൺസെപ്റ്റ് സാധ്യമാകൂ. അല്ലാതെ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരാളിനെ നമ്മൾ സംശയിച്ച് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എല്ലാവരെയും സംശയിക്കലാണ് ഏറ്റവും നല്ലൊരു മാർഗം. അതുപോലെ തന്നെ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ 14-ാം തീയതി വരെയാണ് നമുക്കിപ്പം തൽക്കാലം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേനും ഉള്ള കാര്യങ്ങൾ പിന്നീടാണ് നമ്മൾ അറിയുന്നത് എങ്കിൽ പോലും ഇനിയിപ്പം ഒരു പുറത്തോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങുകയാണെങ്കിൽ ഒരു ഇതുവരെ നമുക്കൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡിങ് ആയിട്ടില്ല, വന്നിട്ടില്ല, ആ ഒരു സ്റ്റേജ് ആയിട്ടില്ല. അപ്പം ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം നമ്മൾ തന്നെ സ്വയം ഒരു സുരക്ഷ പാലിക്കേണ്ടതുണ്ട്? ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ ഇതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഹാൻഡ് സാനിറ്റൈസർ കൈ കൊണ്ട് നടക്കുക അല്ലെങ്കിൽ എവിടെ എല്ലായിടത്തും വെച്ച്. നമ്മുടെ സോപ്പ്, നോർമൽ സോപ്പാണ് ഏറ്റവും ഇഫക്റ്റീവ്. ആ അണുവിനെ നിർവീര്യമാക്കാൻ ഏറ്റവും ഫലപ്രദം സോപ്പാണ്. എന്തുകൊണ്ട് സോപ്പ് ഉപയോഗിച്ചുകൂടാ? ഈ ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ ഹാൻഡ് സാനിറ്റൈസർ ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് ഓരോ രോഗിയും കണ്ടിട്ട് അവർക്ക് സിങ്കിൽ പോയി സോപ്പ് ഇട്ട് കൈ കഴുകാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ്, അത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എല്ലാവരും എന്തിനാണ് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്? സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാൻ സാധ്യതയുള്ളവർ സോപ്പ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഹാൻഡ് സാനിറ്റൈസറിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒന്ന് ചിലവ് ചുരുക്കാം, രണ്ടാമത് ഇതിൻ്റെ ലഭ്യത ഉറപ്പാക്കാം. ഇപ്പോൾ മിക്കയിടത്തും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വരാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരു ഇതുണ്ട്. ഞാൻ ഒരു രോഗിയെ കാണണമെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് N95 മാസ്ക് വേണം. N95 മാസ്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രൊട്ടക്റ്റീവാണ്, പക്ഷേ ലഭ്യത കുറവാണ്, വിലയും വളരെ കൂടുതലാണ്. അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സർജിക്കൽ മാസ്ക് മതി, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് മാസ്ക് മതി. നമ്മൾ ഓരോരുത്തരും കോമൺ സെൻസിക്കലി ശ്രദ്ധിക്കേണ്ടത് ഈ ലഭ്യത ഇല്ലാതാകാത്ത ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കണം ത്രൂ കൺസർവേഷൻ, പ്രിസർവേഷൻ. അതാണ് എന്നെപ്പോലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചാലഞ്ച്. എന്താണെന്ന് വെച്ചാൽ ഈ അനാവശ്യമായിട്ടുള്ള ഉപയോഗം, മാസ്ക് ആയാലും കൊള്ളാം, ഹാൻഡ് സാനിറ്റൈസർ ആയാലും കൊള്ളാം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയാലും കൊള്ളാം. ഇത് ഗവൺമെൻറ് തലത്തിലും ഇതേ പ്രശ്നം നിലനിൽക്കുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൻസ് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്തത് ഉപയോഗിക്കാതിരിക്കുക, ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. അത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. ഇതിനും ഒരു അവയർനെസ് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ടെലിമെഡിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് ഈ ടെലിമെഡിസിൻ സാധ്യതകൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും കൂടുതലൊരു പ്രായോഗികമായിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയല്ലേ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എല്ലാ ജനങ്ങളിലും ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും എത്തിക്കഴിഞ്ഞു. അതെ.
അതുകൊണ്ട് തന്നെ ടെലിമെഡിസിൻ്റെ സാധ്യതകളും വളരെ ഏറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എപ്പോഴും ഒന്ന് ഉപയോഗിച്ച് തുടങ്ങാനാണ് പ്രയാസം. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ എന്തും വളരെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ജനമാണ് കേരളീയർ. പ്രത്യേകിച്ചും എന്തും ഒരു ഇൻ്റർനെറ്റും എടുത്ത് ഫോണിൽ ഉപയോഗിക്കാൻ ആദ്യം പേടിയായിരിക്കും. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇന്നിപ്പോൾ വീട്ടമ്മയ്ക്കും ആ ഇൻ്റർനെറ്റ് താഴെ വയ്ക്കാനുള്ള ഒരു അവസരമില്ല. അങ്ങനത്തെ രീതിയിൽ മാറിക്കഴിഞ്ഞു നമ്മൾ ഈ ഇൻ്റർനെറ്റ് വിപ്ലവം. അതുകൊണ്ട് തന്നെ ടെലിമെഡിസിൻ സാധ്യതകളെന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യം കൂടിയാണ്. ഒന്ന്, ഇങ്ങനെ പകർച്ചവ്യാധികളുള്ള പശ്ചാത്തലങ്ങൾ, അതേ കണക്ക് തന്നെ എക്കണോമിക് സേവിങ്സ്, ഇതേപോലെ തന്നെ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മോണിറ്റർ ചെയ്യുന്ന പല പല അസുഖങ്ങൾ, നമ്മൾ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഷുഗർ കൺട്രോളും അങ്ങനെയുള്ള ഇപ്പം ഡയബറ്റീസിൻ്റെ മാനേജ്മെൻ്റ് ആയാൽ തന്നെ ഒരു പേഷ്യൻറ്റിനെ ഒരു പ്രാവശ്യം ചികിത്സിച്ച് വിട്ടാൽ പോരാ. ചിലപ്പോൾ ഇൻസുലിൻ നിയന്ത്രിക്കാനായാലും ഇൻസുലിൻ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായാലും അങ്ങനെയുള്ള പല കാര്യത്തിനും, ചിലപ്പോൾ ആഹാരത്തിനെ കുറിച്ചുള്ള അഡ്വൈസുകൾ കൊടുക്കാനായാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ടെലിമെഡിസിനിലൂടെ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പം ഓൺലൈനിലൂടെ തന്നെ മരുന്നുകൾ വീട്ടിലെത്തും. ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ 2 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ മരുന്നെത്തുന്ന സംവിധാനമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഡയഗ്നോസ് എത്തുകയും അതേസമയം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മരുന്ന് വീട്ടിലും എത്തുന്ന ഒരു സംവിധാനത്തിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംവിധാനം മുതലെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലപ്പോൾ പണം കൂടുതൽ ചിലവാകുന്ന തോന്നലുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനൊരു വളരെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫസ്റ്റ് വിസിറ്റ് എപ്പോഴും അത് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് കൺസൾട്ടൻറ്റ് ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സബ്സിക്വൻറ്റ് വിസിറ്റ്സ്, ഇപ്പോൾ റിവ്യൂ ഉണ്ടാകും, ഒരു സർജറി കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ചക്കുള്ളൊരു റിവ്യൂ ഉണ്ടാകും. അതിന് ആശുപത്രിയിൽ വരേണ്ട ആവശ്യം ഒഴിവാക്കാം. അതിന് ടെലിമെഡിസിൻ സാധ്യമാണ്. പിന്നെ സബ്സിക്വൻറ്റ് ഫോളോ അപ്പ് വിസിറ്റ്സ് അതും ഒഴിവാക്കാം. അതിനും ടെലിമെഡിസിൻ വളരെ ഇഫക്റ്റീവ് ആകും. അപ്പോൾ ഈ ടെലിമെഡിസിൻ എങ്ങനെ, എന്തിന്, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളൊരു അവയർനെസ് പൊതുജനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകൾ അപാരമാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനെ ആദ്യം കണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി തന്നെ ഒരു കൺസൾട്ടേഷൻ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് തുടർന്നുള്ള ഒരു സ്റ്റേജുകളെന്ന് പറയുന്ന ഈ ടെലിമെഡിസിൻ സാധ്യതകൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ക്വാറൻറ്റൈൻ ഡേയ്സാണ്, COVID-19 ഒരു പകർച്ചവ്യാധി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങി ഒരു സാധാരണ ഒരു ഡോക്ടറിനെ ഒന്നും പെട്ടെന്നൊന്ന് കണക്ട് ചെയ്ത് കിട്ടാനോ അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം തുടർന്നും ഇത് പ്രായോഗികരമായിട്ട് തന്നെ ഒരു പ്രയോജനകരമായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. അതുപോലെ ഇതൊരു വളരെ വലിയൊരു ടോപ്പിക്കാണ്. എന്നിരുന്നാലും ഈ അരമണിക്കൂർ ഒരു ലളിതമായിട്ട് ഇത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടെ നമ്മുടെ അതിഥികളായി എത്തിയതിന് വളരെയധികം നന്ദി.